അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആനിൻ്റെ മാസം, ഖുർആൻ ഇറങ്ങിയ മാസം, ഖുർആനിൻ്റെ പാരായണ ശ്രേഷ്ഠത സമയങ്ങളുണ്ട്, ഖുർആൻ്റെ പാരായണ മര്യാദകളൊക്കെ ഉണ്ട്. അതൊക്കെ അറിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ്റെ അവതരണ പാരായണങ്ങളൊക്കെ. ഇതൊന്ന് വിഷയം ഖുർആൻ്റെ ശുപാർശ ലഭിക്കുന്നവർ ആരൊക്കെയാണെന്നാ ഇബ്നു റളിയല്ലാഹു നിവേദനം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, രണ്ട് കാര്യത്തിൽ അസൂയ വെക്കുന്നതിന് കുഴപ്പമില്ല. ഒന്ന്, ഖുർആൻ പഠിക്കുകയും രാപ്പകൽ അത് പാരായണം ചെയ്യുകയും ചെയ്യുന്നവൻ്റെ അയൽക്കാരൻ ഇത് കേൾക്കുന്നു. അപ്പോൾ അയാൾ ഇങ്ങനെ പറയുന്നു, അയാൾക്ക് അള്ളാഹു നൽകിയ ആ അനുഗ്രഹം എനിക്കും കിട്ടിയിരുന്നുവെങ്കിൽ ഞാനും അപ്രകാരം ചെയ്യുമായിരുന്നു. രണ്ടാമത്തത്, അള്ളാഹു ധനം നൽകുകയും അതിനെ നല്ല മാർഗത്തിൽ ചിലവഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മറ്റൊരാൾ പറയുക, അയാളുടെ പോലെ എനിക്കും സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ ചിലവഴിക്കുമായിരുന്നു എന്ന്. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പും ഖുർആനും പരലോകത്ത് മനുഷ്യന് ശുപാർശകരായി എത്തുന്നതാണ്. വ്രതം വന്ന് പറയും, രക്ഷിതാവേ, ഇയാൾക്ക് പകൽ സമയത്ത് അന്നപാനീയങ്ങൾ തടഞ്ഞു വെച്ചത് ഞാനാണ്, അതുകൊണ്ട് ഇയാളുടെ വിഷയത്തിൽ നീ എൻ്റെ ശുപാർശ സ്വീകരിക്കണമേ. അപ്പോൾ ഖുർആൻ പറയും, രാത്രികാലങ്ങളിൽ ഈ മനുഷ്യൻ്റെ ഉറക്കം കെടുത്തിയത് ഞാനാണ്, അതിനാൽ എൻ്റെ ശുപാർശയും നീ സ്വീകരിക്കണമേ. ആ രണ്ട് ശുപാർശകളും അള്ളാഹു സ്വീകരിക്കും. മറ്റൊരു ഹദീസിൽ, ഖുർആൻ പാരായണം പതിവാക്കുകയും അതിനനുസൃതമായി ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്തവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. തൻ്റെ ബന്ധുക്കളിൽ നിന്ന് നരകാവകാശികളായ 10 പേരെ ശുപാർശ ചെയ്ത് അവൻ സ്വർഗത്തിൽ കടത്തുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ഓതുന്നത് അധികരിപ്പിക്കുക, അത് പരലോകത്ത് നിങ്ങൾക്ക് ശുപാർശകരാകും. ആലിമ്രാൻ, അൽ-ബഖറ എന്നീ സൂറത്തുകൾ പാരായണം ചെയ്തവർക്ക് അത് മഹ്ശറയിൽ ഒരു മേഘം പോലെ തണൽ വിരിക്കുന്നതാണ്. മുൻഗാമികളുടെ പാരായണ രീതി എങ്ങനെയായിരുന്നു? സുന്നത്തായ ആരാധനകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയവരാണ് പൂർവികരായ ആളുകളൊക്കെ, മഹാത്മാക്കൾ മുഴുവൻ ആളുകളും മിക്കവാറും. ഇക്കാരണത്താൽ അവർക്ക് അള്ളാഹു സമയത്തിൽ ബർക്കത്ത് നൽകി. ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായി. ഇത് അവർക്ക് അള്ളാഹു നൽകിയ കറാമത്ത് ആണ്. മറ്റ് സുഹൃത്തുക്കൾ പോലെ ഖുർആൻ പാരായണത്തിലും ഈ ഔദാര്യം അവർക്ക് അള്ളാഹു നൽകി. കാരണത്താൽ ദിവസം ഒരു ഖത്തം ഖുർആൻ മുഴുവനും മുതൽ 8 തവണ വരെ പൂർത്തിയാക്കിയവർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു വിശദീകരിക്കുന്നുണ്ട്, മുൻഗാമികൾ ഭൂരിഭാഗവും ആഴ്ചയിൽ 1 തവണയെങ്കിലും ഖുർആൻ ഓതി തീർത്തിരുന്നു. ഒരു നാൾ കൊണ്ട് ഖത്തം ചെയ്തു വരുന്നവരുണ്ട്. രാവും പകലും ഓരോന്നും വീതം പൂർത്തിയാക്കിയവരും ദിനം പ്രതി 11 ഓതിയവരെയും കാണാം. രാത്രി 4 പകലിൽ 4 എന്ന തോതിലും ദിവസം 8 ഖത്തം ചെയ്ത സൂഫി പണ്ഡിതനായ ഇബ്നു ഖാത്തിബ് റളിയല്ലാഹു പോലും ഉള്ളവരും മുൻഗാമിമാരിലുണ്ട്. താബി പ്രമുഖരായ മൻസൂർ സഅദാൻ റളിയല്ലാഹു അൻഹു, ളുഹർ അസറിനിടയിലും മഗ്‌രിബ് ഇശാനിടയിലും ഓരോ തവണ ഖുർആൻ ഓതി തീർക്കാറുണ്ടായിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു റമദാനിൽ ഇശാ നമസ്കാരത്തിനും മഗ്‌രിബിന് ഇടയിൽ 1 പ്രാവശ്യം ഖത്തം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റമദാൻ ദിവസം 2 ഖത്തവും മറ്റൊരു ദിവസങ്ങളിൽ ഓരോ വീതവും ഓതി തീർത്തിരുന്നവരുമുണ്ട്. നെഞ്ചിനും പൊക്കിളിനും ഇടയിലും മാരകമായ 9 രോഗങ്ങളുടെ പീഡയാൽ പരീക്ഷണനായപ്പോഴും ഈ പതിവ് മഹാന്മാരൊക്കെ പതിവ് തെറ്റിച്ചിരുന്നില്ല. അഫ്വാൻ റളിയല്ലാഹു അൻഹു, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു എന്നിവരൊക്കെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു റമദാൻ ദിവസം 2 ഖത്ത് ഓതിയിരുന്നായിരുന്നു. അങ്ങനെ ധാരാളം മുൻഗാമികളുടെ പാരായണ രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളമുണ്ട്. അപ്പോൾ ഖുർആൻ്റെ ശുപാർശകരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടുകൂടി എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.